ഹലോ മക്കളെ, വെൽക്കം ടു JP's ജൂനിയർ. അപ്പൊ മിസ് ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഹിസ്റ്ററിയിലെ 4ാമത്തെ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മുടെ 4ാമത്തെ ചാപ്റ്റർ ഏതാണ്? ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് റെസിസ്റ്റൻസ് അല്ലെ, ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പും അല്ലെ. അപ്പൊ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും പഠിക്കാനായിട്ട് സെറ്റ് ആയിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ മിസ് ചോദിക്കുകയാണ്, ബ്രിട്ടീഷുകാർ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ടുള്ളത്? എന്തിനു വേണ്ടിയിട്ടാ? യെസ്, ട്രേഡിന് വേണ്ടിയിട്ടാണ് അല്ലെ. ട്രേഡ് നടത്താൻ വേണ്ടിയിട്ടാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നത്. പക്ഷെ ഇന്ത്യയിൽ എത്തിയപ്പോൾ ബ്രിട്ടീഷുകാർക്ക് എന്ത് തോന്നി? ഇന്ത്യന്റെ ഈ വെൽത്തും റിസോഴ്സസ് ഒക്കെ കണ്ടപ്പോൾ അവർക്ക് എന്ത് തോന്നി? എങ്ങനെയെങ്കിലും ഇന്ത്യനെ അവരുടെ കോളനിയാക്കി മാറ്റണം, അല്ലെങ്കിൽ ഇന്ത്യനെ അവരുടെ കൺട്രോളിലാക്കി മാറ്റണം അല്ലെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇന്ത്യക്കാരുടെ വെൽത്ത് കൈക്കലാക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ എന്ത് നടപ്പിലാക്കി? ഒരു നികുതി വ്യവസ്ഥ നടപ്പിലാക്കി. ആ നികുതി വ്യവസ്ഥയെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേടാ? ഓക്കെ. ഒന്നാമത്തെ, അതായത് ലാൻഡ് റവന്യൂ സിസ്റ്റം ആണ് പഠിക്കാൻ പോകുന്നത്. ബ്രിട്ടീഷുകാർക്ക് എങ്ങനെയെങ്കിലും ഇന്ത്യന്റെ വെൽത്ത് അവർക്ക് കൊണ്ടുപോകണം അല്ലെ. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ലാൻഡ് റവന്യൂ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? അതിൽ നമുക്ക് 3 സിസ്റ്റമാണ് പഠിക്കാനുള്ളത്, 3 വ്യവസ്ഥകളാണ് പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തത് പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് അല്ലെങ്കിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. രണ്ടാമത്തത് റൈറ്റ് വാരി സിസ്റ്റം അല്ലെങ്കിൽ റൈറ്റ് വാരി വ്യവസ്ഥ. മൂന്നാമത്തത് മഹൽവാരി സിസ്റ്റം അല്ലെങ്കിൽ മഹൽവാരി വ്യവസ്ഥ. അപ്പൊ ഈ 3 സിസ്റ്റം ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ അല്ലെ? അതിൽ ഒന്നാമത്തത് ഏതാണ്? പെർമനന്റ് ലാൻഡ് റവന്യൂ സിസ്റ്റം ആണ് അല്ലെ, ശാശ്വത ഭൂനികുതി വ്യവസ്ഥയാണ്. ഓക്കെ, നോക്കിക്കോ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഒരു പ്രദേശത്തെ നികുതി പിരിച്ചെടുക്കുന്നത് ആരാണ്? ജമീന്ദാർമാരാണ്. അപ്പൊ ഈ ഒരു പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റില് ഒരു പ്രദേശത്തെ ടാക്സ് കളക്ട് ചെയ്യുന്നത് ആരായിരിക്കും? ജമീന്ദാർമാരായിരിക്കും. അതിന് മുന്നേ നോക്കിയോ. ഓക്കെ, ഇതാരാണ്? ഇത് ബ്രിട്ടീഷുകാരാണ്. ഇതാരാണ്? ജമീന്ദാർമാരാണ്. ഇത് കർഷകരാണ് കേട്ടോ, പെസൻസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയിട്ട് ടാക്സ് കളക്ട് ചെയ്യുന്നത് ആരാണ്? ഈ ഒരു ജമീന്ദാർമാരാണ്. ഓക്കെ, ജന്മിമാരാണ്. ആരുടെ കയ്യിൽ നിന്നാ ടാക്സ് വാങ്ങുന്നത്? പെസൻസിന്റെ കയ്യിൽ നിന്നാ. അപ്പൊ ഇവരുടെ രണ്ടുപേരുടെ ഇടയിൽ മിഡിൽമാൻ ആയിട്ട് നിൽക്കുന്നത് ആരാണ്? ജമീന്ദാർമാരാണ് അല്ലെ. അപ്പൊ എന്താണ്? ആ ഒരു ഭൂമിന്റെ മൊത്തം, അതായത് ഇപ്പൊ കർഷകരുടെ കയ്യിൽ നിന്ന് ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ കർഷകരുടെ കയ്യിൽ നിന്ന് ടാക്സ് മൊത്തം കളക്ട് ചെയ്തിട്ട് ബ്രിട്ടീഷുകാർക്ക് കൊടുക്കുന്നത് ആരാണ്? ജമീന്ദാർമാരാണ് അല്ലെ. അപ്പൊ എന്താണ്? നികുതി പിരിവിന് അധികാരം ഉണ്ടായിരുന്ന പ്രദേശത്തെ മുഴുവൻ ഭൂമിയുടെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് ജമീന്ദാർമാരായിരുന്നു. അതായത് എൻറ്റയർ ലാൻഡിന്റെ ഓണറായിട്ട് ആരാണ് അവിടെ ഉള്ളത്? ജമീന്ദാർമാരാണ്. ഓക്കെ, ജമീന്ദാർമാർ ഭൂവുടമകളായതോടെ യഥാർത്ഥ കർഷകർ കുടിയാന്മാരായിട്ട് മാറി. അപ്പൊ അവിടെ ഓൾറെഡി ആരാണ് ഈ ലാൻഡ് ലോഡ്സ് എന്ന് പറയുന്നത്? ജമീന്ദാർമാരാണ് അല്ലെ. അപ്പൊ അവിടെയുള്ള യഥാർത്ഥ കർഷകർ എന്തായിട്ട് മാറി? ടെനൻസ് അല്ലെങ്കിൽ എന്താണ്? കുടിയാന്മാരായിട്ട് മാറി. ഓക്കെ, വിളവിന്റെ 60% കർഷകർ ടാക്സ് ആയിട്ട് ആർക്ക് കൊടുക്കണമായിരുന്നു? യെസ്, ജമീന്ദാർമാർക്ക് കൊടുക്കണമായിരുന്നു. ഇപ്പൊ ഇൻ കേസ് അല്ലെങ്കിൽ എന്താ നോക്കിയോ, വിളവ് മോശമായാലും നികുതി നൽകണമായിരുന്നു. അപ്പൊ ഏതെങ്കിലും ഒരു സമയത്ത് വിളവ് മോശമായെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ എന്താണ്, വല്ല ക്രോപ്പ് ഫെയിലിയർ, കൃഷിനാശമോ അല്ലെങ്കിൽ ഫ്ലഡ്, വെള്ളപ്പൊക്കമോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ കൃഷി നശിക്കുമല്ലോ. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും കർഷകർ ആർക്ക് ടാക്സ് കൊടുത്തേ പറ്റുള്ളൂ? ജമീന്ദാർമാർക്ക് ടാക്സ് കൊടുത്തേ പറ്റുള്ളൂ. ഓക്കെ അല്ലേടാ? ഓക്കെ, ഇനിയിപ്പോ എന്താ ടാക്സ് കൊടുക്കുന്നത് എങ്ങനെയായിരിക്കണം എന്നാ പറയുന്നത്? ക്യാഷ് ആയിട്ട് അല്ലെ, പൈസ ആയിട്ട് തന്നെ എന്ത് കൊടുക്കണം? ആർക്ക് കൊടുക്കണം? ജമീന്ദാർമാർക്ക് കൊടുക്കണം. മീൻസ് അതെന്താണ്? വിളവ് മാത്രം, അതായത് ഇപ്പോ കർഷകർ ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങൾ കൊടുത്താൽ പോരാ. ആ 60% എന്നുള്ളത് എന്താക്കണം? അത് ക്യാഷ് ആയിട്ട് തന്നെ ആർക്ക് കൊടുക്കണം? ജമീന്ദാർമാർക്ക് കൊടുക്കണം. ഓക്കെ, ഇൻ കേസ് അവരുടെ കയ്യിൽ പൈസ ഇല്ല, ഒന്നുമില്ലാന്ന് വെച്ചോ, അപ്പൊ അവരെന്ത് ചെയ്യണം? വല്ല മണി ലെൻഡേഴ്സിലെ പണം വായ്പക്ക് കൊടുക്കുന്നവരടുത്ത് പോയിട്ട് ക്യാഷ് വാങ്ങണം, അങ്ങനെയെങ്കിലും കൊടുക്കണമായിരുന്നു. ഓക്കെ, ഭയങ്കര കഷ്ടപ്പാടായിരുന്നു അല്ലെ. ഓക്കെ, ഇനി രണ്ടാമത്തെ സിസ്റ്റം നമുക്ക് നോക്കിയാലോ. രണ്ടാമത്തെ സിസ്റ്റം ഏതാണ്? റൈറ്റ് വാരി സിസ്റ്റം ആണ്. റൈറ്റ് വാരി സിസ്റ്റം. ഓക്കെ, അപ്പോ ഈ റൈറ്റ് വാരി സിസ്റ്റം എവിടെയാണ് നടപ്പിലാക്കിയിട്ടുള്ളത്? ദക്ഷിണേന്ത്യയിലാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോ ഇവിടെ റൈറ്റ് വാരി സിസ്റ്റത്തില് മിഡിൽമാൻ ആയിട്ട് ആരുമില്ല. ഇവിടെ ആരാളുള്ളത്? ഇവിടെ പെസൻസ്, കർഷകർ ഉണ്ടാവും, ഇവിടെ ബ്രിട്ടീഷുകാരുണ്ടാവും. ഇവർ ഡയറക്റ്റ് ആയിട്ട് ടാക്സ് കൊടുക്കും. കർഷകർ ഡയറക്റ്റ് ആയിട്ട് ആർക്ക് കൊടുക്കും? കർഷകരിൽ നിന്ന് നേരിട്ട് ആര് ടാക്സ് പിടിക്കുന്നുണ്ട്?
ബ്രിട്ടീഷുകാരെ പിടിക്കുന്നുണ്ട്. ഭൂമിയുടെ ഉടമസ്ഥാവകാശം കർഷകനായിരുന്നു. അപ്പൊ ഈ ഒരു റൈറ്റ് ടു വാരി സിസ്റ്റത്തിൽ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ആർക്കായിരുന്നു? കർഷകർക്കായിരുന്നു. എന്നാൽ അമിതമായ നികുതി നിരക്ക് കർഷകരെ എന്താക്കി? ദരിദ്രരാക്കി മാറ്റി അല്ലെ? എക്സസീവ് ടാക്സ്. അതായത് ഇവിടെ എന്താണ്? ഭൂമി സ്വന്തം ആരുടേതാണ്? കർഷകരുടേതാണ്. പക്ഷെ കർഷകരുടെ കയ്യിൽ നിന്ന് ബ്രിട്ടീഷുകാർ ഏറ്റവും നല്ല രീതിയിൽ ടാക്സ് വാങ്ങിയിട്ടുണ്ട്. അത് കർഷകരെ എന്തിലേക്ക് നയിച്ചു എന്നാ പറയുന്നത്? ദാരിദ്ര്യത്തിലേക്ക് നയിച്ചു. അപ്പൊ അത്രയും എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ ബ്രിട്ടീഷുകാര്. ഓക്കെ, ഇനി മൂന്നാമത്തെ സിസ്റ്റം നോക്കിയാലോ. മൂന്നാമത്തെ സിസ്റ്റം മഹൽവാരി സിസ്റ്റം ആണ്. ഈ മഹൽവാരി സിസ്റ്റത്തിൽ മിഡിൽ മാൻ ആയിട്ട് ഒരാളുണ്ട്. ഇപ്പൊ ഇവിടെ നമ്മളിപ്പോ ആരെ പറയാം? കർഷകരെ പറയാം അല്ലെ. ഇവിടെ നമുക്ക് വില്ലേജ് ഹെഡ്മാന് പറയാം അല്ലെ, ഗ്രാമത്തലവനെ പറയാം. ഇവിടെ ബ്രിട്ടീഷുകാരെ പറയാം. ഓക്കെ, ഈ പെസൻസിന്റെ കയ്യിൽ നിന്ന് ടാക്സ് ആര് വാങ്ങും? വില്ലേജ് ഹെഡ്മാൻ വാങ്ങും, അല്ലെങ്കിൽ ഗ്രാമത്തലവൻ വാങ്ങും. ഇയാൾ നേരെ ആ പൈസ ടാക്സ് ആർക്ക് കൊടുക്കും? ബ്രിട്ടീഷുകാർക്ക് കൊടുക്കും. അപ്പൊ ഇവിടെ മിഡിൽ മാൻ ആയിട്ട് നിൽക്കുന്നത് ആരാണ്? ഗ്രാമത്തലവൻ അല്ലെങ്കിൽ വില്ലേജ് ഹെഡ്മാൻ ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു 3 സിസ്റ്റം എന്തായാലും പഠിക്കുക. കാരണം ഇതിലെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചുകൊണ്ടായിരിക്കും എക്സാമിന് വരിക. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കണം കേട്ടോ മക്കളെ. ഓക്കെ അല്ലേ? അപ്പൊ 3 സിസ്റ്റമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ് പഠിക്കാനുള്ളത്? പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് അല്ലെങ്കിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, റൈറ്റ് ടു വാരി സിസ്റ്റം അല്ലെങ്കിൽ മഹൽവാരി സിസ്റ്റം അല്ലെ. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും? 5 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാ? ഈ വീഡിയോ കാണാ, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് മിസ്റ്റർ അടുത്ത ക്ലാസ്സിൽ വരും. ഓക്കെ, നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് കാണണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ അല്ലെ. യൂട്യൂബ് ചാനൽ ഏതാണ്? ഡോക്ടർ JPS ജൂനിയർ ആണല്ലേ. അപ്പൊ JPS ജൂനിയർ എന്ന് പറയുന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ അല്ലേടാ? അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ബൈ.